ലളിതമായിട്ട് കോൺഫ്ലവർ കൊണ്ട് അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് കൊണ്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫ്രൂട്ടോമൻസിൻ്റെ കോൺ സ്റ്റാർച്ചാണ്. അതുപോലെ തന്നെ ഫ്രൂട്ടോമൻസിൻ്റെ പൈനാപ്പിൾ ക്രഷുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ വളരെ കുറച്ച് മാത്രം ഫ്രൂട്ടോമൻസിൻ്റെ പൈനാപ്പിൾ എസൻസും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഷുഗറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ് ഇപ്പോൾ പറയാം. നമ്മളിപ്പോൾ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു മെഷറിംഗ് കപ്പാണ്. നമുക്ക് ഒരു കപ്പിന് 2 കപ്പിന് മാത്രം നമുക്ക് ഇപ്പോൾ ഹൽവ ഉണ്ടാക്കി നോക്കാം. കോൺഫ്ലവർ ഹൽവ ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് നമ്മൾ കോൺ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. 2 കപ്പ് കോൺ സ്റ്റാർച്ചിന് നമുക്ക് 1 കപ്പ് ഷുഗറാണ് ആവശ്യം. അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ്. നമ്മളിപ്പോൾ ഈ ചേർക്കുന്ന പൈനാപ്പിൾ ക്രഷിന് മധുരം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ മധുരം വളരെ കുറച്ചാണ് ചേർക്കുന്നത്. നമ്മൾ 2 കപ്പിന് 1 കപ്പ് എന്നുള്ള കണക്കിൽ ഇവിടെ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് അല്പം കൂടുതലാണ്. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുള്ള ആളുകൾ ഇതിൻ്റെ ഒരു 1/4 കപ്പ് എടുത്താൽ മതിയാവും. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയിലേക്ക് നമ്മൾ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം ചേർക്കാൻ പോണത്. അപ്പോൾ 1 2 കപ്പ് വെള്ളം നമ്മൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് അത് കഴുകി ഒഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ പാത്രത്തിലേക്ക് എടുക്കുന്നത്. നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 2 കപ്പ് കോൺ സ്റ്റാർച്ചിന് 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് കലക്കാൻ പോണത്. നമ്മൾ കൃത്യമായിട്ട് 2 കപ്പ് തന്നെ അളന്നതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ കോൺ സ്റ്റാർച്ച് നന്നായിട്ട് ഇളക്കി നല്ല കട്ടയൊന്നുമില്ലാതെ, ഇത് വളരെ പെട്ടെന്ന് അങ്ങനെ കട്ടയൊന്നും പിടിക്കില്ല. കോൺ സ്റ്റാർച്ച് നോർമലി കട്ടയൊന്നുമില്ലാതെ നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കിയെടുത്തു. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്രൂട്ടോമാൻസിൻ്റെ പൈനാപ്പിൾ ക്രഷാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പൈനാപ്പിൾ ക്രഷ് നമ്മൾ 1 കപ്പ് പൈനാപ്പിൾ ക്രഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ആദ്യം വളരെ കുറച്ചാണ് എടുത്തത്. പിന്നെ സാധാരണ ഇതിൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചെറുനാരങ്ങ നീര് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിന് ഓൾറെഡി ഒരു സിട്രസിൻ്റെ പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറുനാരങ്ങ നീര് ഈ കേസിൽ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കളറ് ഒരല്പം ഫുഡ് കളർ ചേർക്കാം. ഞാൻ ഈ കേസിൽ ഇവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഓൾറെഡി ഇതിനൊരു ചെറിയ ലൈറ്റ് യെല്ലോ കളർ ഉള്ളത് കൊണ്ട് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കാം. നിങ്ങളിപ്പോൾ എസൻസ് അല്ലെങ്കിൽ ഈ ക്രഷൊക്കെ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ഓഫ് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ ഈ പഞ്ചസാര കട്ട പിടിക്കാതെ ഇരിക്കും. ഈ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. വീണ്ടും ഇത് ചൂടായി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ആ കോൺഫ്ലവറിനകത്തൊരു യെല്ലോ കളർ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇനി നമ്മളൊരു സെപ്പറേറ്റ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ഇതൊരു വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ പൈനാപ്പിൾ ക്രഷിൽ നിന്നുള്ള ഫ്ലേവർ മതിയാകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തുടരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഒരു കിച്ചൺ ടിപ്പ് പറയും. ഇപ്പം ഞാനിത് തീ വളരെ കുറച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ടെക്നിക്ക് കാണിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഈ സ്പൂൺ വളരെ എളുപ്പത്തിൽ നമുക്ക് ഘീ ഇടുന്ന സമയത്ത് ഘീ ഇതിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ വിട്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൂൺ ഒന്ന് നന്നായിട്ട് ചൂടാക്കും. ഈ സ്പൂൺ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഘീ എടുത്തു കഴിഞ്ഞാൽ ഘീ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വിട്ടുവരും. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് മിൽമയുടെ ഘീയാണ് ഉപയോഗിക്കുന്നത്. ഞാനിതിലേക്ക് 4 സ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. 4 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1, 2, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 3, 4 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഈ സ്പൂൺ ചൂടാക്കിയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ക്ലീനായിട്ട് ഈ നെയ്യ് ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. കണ്ടോ? കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, അത് ഡെഫിനറ്റ്ലി ചോയ്സാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം
ഇടയ്ക്കൊന്ന് കടിച്ചാൽ അതൊരു നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കാഷ്യൂ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് കുക്കിംഗ് ആയി. പതുക്കെ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായി വരുന്ന അവസ്ഥയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എപ്പോഴും ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുകയാണെന്നല്ല, അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത, ആദ്യം നമ്മൾ നെയ്യ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയെ കുറിച്ച് വറി ചെയ്താൽ മതി. ഇതുണ്ട്, ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഓടി കളിക്കുന്നുണ്ട്. അപ്പം ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. മൈദ വെച്ച് ഹൽവ ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റും അതുപോലെ തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയും ഒക്കെ ഈ കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ഉപയോഗിച്ചാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൈദയ്ക്ക് പകരം കോൺ സ്റ്റാർച്ച് ഉപയോഗിച്ച് ഹൽവ ഉണ്ടാക്കുന്നതാണെന്നല്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയുന്നുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മൈദ നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റായി പോകും. പക്ഷെ കോൺഫ്ലവറിൻ്റെ കേസിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇത്രയും നേരം കുക്ക് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഇങ്ങനത്തെ ഒരു ഒഴുകുന്ന പരുവത്തിലെത്തി. ഇത് മതിയാവും, ഇനി ഇത് സെറ്റായിക്കോളും. അതുപോലെ തന്നെ പാത്രത്തിൽ നിന്ന് ഇത് ഇങ്ങനെ വളരെ കൃത്യമായി വിട്ടുപോരുന്ന ഒരു ലെവലും കൂടെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ വേവ് തീരുമാനിക്കും. ഇതിപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ ആയതുകൊണ്ട് നമുക്ക് ഈ വേവ് മതിയാവും. ജലാംശം പരമാവധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള, അതായത് നെയ്യ് കൊണ്ട് തന്നെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്, അപ്പോൾ ടെമ്പറേച്ചർ പ്രശ്നമല്ല. നമ്മൾ ചൂടോടുകൂടി ഇതിനെ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഇത് കണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആണ്. നമ്മൾ ലെവൽ ചെയ്യാൻ നിൽക്കണ്ട, നല്ല സെൽഫ് ലെവലിംഗ് ആയിട്ട് ഇത് പോയിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതൊക്കെ ഈ പാത്രം ഇങ്ങനെ നനക്കി കൊടുത്താൽ ഇത് സെറ്റാവും. ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഹൽവ ഓൾമോസ്റ്റ് സെറ്റായി. ഹൽവേനെ നമ്മൾ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. പ്ലേറ്റ് എടുത്ത് തിരിച്ച് വയ്ക്കുന്നു. ഹൽവേനെ ഇങ്ങനെ തിരിക്കുന്നു. അപ്പം തന്നെ സാധനം താഴേക്ക് വീഴുന്നു. ഗ്ലാസ് ബൗൾ എടുത്ത് മാറ്റുന്നു. അനക്കി നോക്കുന്നു. സോ ഇറ്റ്സ് സോ സോഫ്റ്റ്, കണ്ടറിയാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഹൽവ കിട്ടേണ്ടത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യാനായിട്ടൊരു എപ്പോഴും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിക്കുക. വെരി സോഫ്റ്റാണ്. ഒരു പീസ് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇത് കണ്ടോ, അത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഇത് കണ്ടോ, വെരി സോഫ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.